ഇന്ന് ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസമായാലോ? ഈ ഓണത്തിന് കൂട്ടുകാർക്ക് തയ്യാറാക്കി നോക്കാൻ പറ്റിയ ഒരു വ്യത്യസ്തമായിട്ടുള്ള പായസം. വളരെ എളുപ്പമാണിത് തയ്യാറാക്കിയെടുക്കാൻ. തേങ്ങ പിഴിഞ്ഞ് തേങ്ങാപ്പാലൊന്നും എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് തയ്യാറാക്കിയെടുക്കാനായിട്ട്. ഇന്ന് ചെറുപയർ കൊണ്ടാണ് നമ്മൾ ഈ പായസം തയ്യാറാക്കിയെടുക്കുന്നത്. വളരെ രുചികരമാണ്, അതുപോലെ തന്നെ ഹെൽത്തിയുമായിട്ടുള്ള ഒരു പായസം തന്നെ. ഒരു തവണ തയ്യാറാക്കിയാൽ കൂട്ടുകാർ വീണ്ടും തയ്യാറാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു റെസിപ്പി കൂട്ടുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. നമുക്കിത് തയ്യാറാക്കുന്ന വിധം വേഗത്തിലൊന്ന് കണ്ടാലോ? നമ്മൾ ചെറുപയർ കൊണ്ടാണ് ഈ ഒരു പായസം തയ്യാറാക്കിയെടുക്കുന്നത്. 1.5 കപ്പ് അളവിൽ ചെറുപയറാണ് അതിനു വേണ്ടി എടുക്കുന്നത്. ചൂട് കട്ടിയായിട്ടുള്ളൊരു പാത്രത്തിലോട്ട് ആദ്യം നമുക്ക് ഈ പയറൊന്ന് ഇട്ട് കൊടുക്കണം. പയറൊന്ന് മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമുണ്ട്. പയർ നമുക്ക് ഇളക്കി ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഓയിലൊന്നും ചേർത്ത് കൊടുക്കേണ്ട. അതുപോലെ തന്നെ ചെറുപയർ നമ്മൾ കഴുകിയിട്ടുമില്ല. കഴുകാതെയാണ് ആദ്യം ഒന്ന് മൂപ്പിച്ചെടുക്കുന്നത്. അതിനുശേഷം നമുക്ക് കഴുകിയിട്ട് ഇത് വേവിച്ചെടുക്കാനുള്ളത്. ചെറുപയർ ചെറുതായിട്ടൊരു മൂത്തൊരു മണം വരുമല്ലോ, ആ ഒരു ടൈം വരെ ചെറുപയറൊന്ന് മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമുണ്ട്. ഇപ്പോൾ പയർ നല്ലതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ചെറുതായിട്ട് നിറമൊക്കെ ഒന്ന് മാറി തുടങ്ങി. അതുപോലെ തന്നെ പയറൊന്ന് പൊട്ടാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ ചൂടൊന്ന് ആറുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞ് നമുക്ക് കഴുകി ഇത് കുക്കറിലാണ് നമ്മൾ വേവിച്ചെടുക്കാനായിട്ട് പോകുന്നത്. ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരയാണ് ഇവിടെ എടുത്തേക്കുന്നത്. 350 ഗ്രാമോളം ശർക്കര എടുത്തിട്ടുണ്ട്. ശർക്കരയൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അതിലോട്ട് ഞാനൊരു 1.5 കപ്പ് അളവിൽ വെള്ളം കൂടെ ചേർത്തിട്ടാണ് ഉരുക്കിയെടുക്കുന്നത്. നമ്മളെടുക്കുന്ന ശർക്കരയ്ക്കനുസരിച്ചിരിക്കും പായസത്തിൻ്റെ കളർ. ഇത് നല്ല ഡാർക്ക് ശർക്കര ആയതുകൊണ്ട് പായസം തയ്യാറാക്കി കഴിഞ്ഞാൽ നല്ല ഡാർക്ക് കളറിലെ ഒരു പായസം തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. ശർക്കരയൊക്കെ മെൽറ്റ് ചെയ്യുന്നത് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. ഇനി അരിച്ചിട്ട് നമുക്ക് പയറിലോട്ട് ചേർത്ത് കൊടുക്കാനുള്ളതാണ്. നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരുന്ന പയറിൻ്റെ ചൂടൊക്കെ ആറിയപ്പോൾ കഴുകിയെടുത്തിട്ടുണ്ട്. അത് കുക്കറിലോട്ട് ഇട്ട് കൊടുത്തു. അത് നെഗര നിൽക്കത്തക്ക രീതിയിലുള്ള വെള്ളം കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പയർ കുതിർത്തിട്ടൊന്നുമില്ലല്ലോ. ഇനി നമുക്കൊരു 5 വിസിലോളം അടുപ്പിച്ച് പയർ നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കേണ്ട ആവശ്യമുണ്ട്. 1 ടീസ്പൂൺ അളവിൽ ഗീയും കൂടെ ചേർത്തിട്ട് വേവിച്ചെടുക്കുക. അങ്ങനെയാകുമ്പോൾ പയർ വേകുമ്പോൾ പുറത്തോട്ടൊന്നും അധികം തെറിച്ച് വീഴുകയുമില്ല. ഇനി പയറൊന്ന് വെന്ത് വരുന്ന ഒരു താമസം മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് പായസത്തിൽ ചേർത്ത് കൊടുക്കാനുള്ള നട്ട്സ് എല്ലാം ഒന്ന് വറുത്തെടുക്കേണ്ടതുണ്ട്. ഗീ ആണ് ചേർത്ത് കൊടുക്കുന്നത്. എൻ്റെ കയ്യിൽ ഗീ ഇല്ലാത്തത് കൊണ്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ അളവിൽ ബട്ടറാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ബട്ടറെല്ലാം ഒന്ന് മെൽറ്റായിട്ട് വരുമ്പോഴത്തേക്കിന് നമുക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ കുറച്ച് പീനട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ കാഷ്യൂവും. പായസത്തിലോട്ട് നാളികേരത്തിൻ്റെ പീസൊക്കെ ചേർത്ത് കൊടുക്കുന്ന ഇഷ്ടമാണെങ്കിൽ അതും റൈസൻസും ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ കാഷ്യൂവും അതുപോലെ പീനട്ടുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇവ രണ്ടും ഒന്ന് മൂപ്പിച്ച് നമുക്ക് മാറ്റി വയ്ക്കാം. സാധാരണ നമ്മൾ ചെറുപയർ പരിപ്പ് കൊണ്ടൊക്കെയാണല്ലോ പായസം തയ്യാറാക്കുന്നത്. ചെറുപയർ കൊണ്ട് പായസം തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ കൂട്ടുകാരൊന്ന് തയ്യാറാക്കി നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസം തന്നെയാണ് നമ്മൾ ഈ ഒരു രീതി തയ്യാറാക്കിയെടുത്താൽ. ഈ ഓണത്തിന് കൂട്ടുകാർക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പി കൂടിയാണ് ഇന്ന് പങ്കുവയ്ക്കുന്നത്. പയറെല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട്. 5 വിസിലടുപ്പിച്ച് വേവിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ചേർത്ത് കൊടുത്ത വെള്ളമൊക്കെ കറക്റ്റ് പരുവായിരുന്നു. ഇനി ചെറുതായിട്ടൊന്ന് ഉടച്ചും കൂടെ കൊടുക്കണം. വേവിച്ചെടുത്ത പയറിനെ നമുക്ക് ചൂട് കട്ടിയായിട്ടുള്ള ഒരു പാത്രത്തിലോട്ട് മാറ്റേണ്ടതുണ്ട്. ഇതിലോട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ അളവിൽ ഗീയും കൂടെ ചേർത്ത് കൊടുത്തിട്ടാണ് ഈ പയർ ചേർത്തേക്കുന്നത്. ഇനി നല്ല രീതിയിലൊന്ന് വരട്ടിയെടുക്കണം. പയറും ഗീയും കൂടെ നമ്മളൊരു 2-3 മിനിറ്റ് ഒന്ന് വരട്ടിയെടുക്കണം. അങ്ങനെയാണെങ്കിൽ പയറിൻ്റെ പച്ചക്കുത്തൊക്കെ മാറി പായസത്തിന് നല്ല രുചിയാകുകയുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ പായസം തയ്യാറാക്കി കഴിഞ്ഞാൽ പയറിൻ്റെ പച്ചക്കുത്തുണ്ടാകും. നല്ല രീതിയിലൊന്ന് വരട്ടിയെടുത്ത ശേഷം നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനി ചേർത്ത് കൊടുക്കുക. ഇനി ചേർത്ത് കൊടുത്ത ശർക്കര പാനിയും പയറും കൂടെ ഇളക്കി നല്ല രീതിയിലൊന്ന് വരട്ടിയെടുക്കണം. പയറിലോട്ട് ആ ശർക്കര പാനിയൊക്കെ പിടിച്ച് നല്ലതുപോലെ വരണ്ട് കിട്ടിയാൽ മാത്രമേ പായസം തയ്യാറാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാകുകയുള്ളൂ. ഇപ്പോൾ ശർക്കര പാനിയൊക്കെ വറ്റി നല്ലതുപോലെ ഒന്ന് കുറുകി കിട്ടിയിട്ടുണ്ട്. പയറിലോട്ട് ആ ശർക്കര പാനിയൊക്കെ പിടിച്ച് നല്ല കളർ തന്നെ ആയിട്ടുണ്ട് പായസത്തിന്. ഇതിലോട്ട് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടിയും കൂടെ നമുക്ക് ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കണം. ഇനി നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് പശുവും പാലാണ്. പാല് നല്ലതുപോലെ തിളപ്പിച്ച ശേഷമാണ് ഞാൻ ഇതിലോട്ടോട്ട് ചേർത്ത് കൊടുക്കുന്നത്. പാലും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കണം. 1/2 ലിറ്റർ പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിന് പകരം തേങ്ങാപ്പാൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. പശുമ്പാൽ ചേർത്ത് കൊടുക്കുമ്പോൾ തിളപ്പിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. അതുപോലെ തന്നെ ചേർത്ത് കഴിഞ്ഞാൽ കൈവിടാതെ ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ ശർക്കര പാനിയിലോട്ട് നമ്മൾ ഈ പശുമ്പാലും കൂടെ ചേർത്ത് കൊടുത്താൽ പിരിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. കൈവിടാതെ ഇളക്കി ഒന്ന് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ മാത്രം മതി.
രുചികരമായ ചെറുപയർ പായസം ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇതിലോട്ട് നമ്മൾ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന നട്ട്സും കൂടെയൊക്കെ ഒന്ന് ചേർത്ത് കഴിഞ്ഞാൽ പായസത്തിൻ്റെ ടേസ്റ്റ് ഒന്നും കൂടെ ഇരട്ടിയാകും. ഈ ടേസ്റ്റി ആയിട്ടുള്ള പായസത്തിൻ്റെ റെസിപ്പി കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. ഈ ഒരു പായസം നമ്മൾ ചൂടാറിക്കഴിഞ്ഞ് സെർവ് ചെയ്യുമ്പോഴാണ് നല്ല കിടു ടേസ്റ്റായിട്ട് മാറുന്നത്. ഇരിക്കും തോറും കുറച്ചും കൂടെ കുറുകി വരും. അപ്പോൾ നമ്മൾ ഇച്ചിരി ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ വേണം ഓഫ് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ ചൂടൊക്കെ ആറിയിട്ടുണ്ട്. പായസം കണ്ടോ നല്ല രീതിയിൽ കുറുകി കിട്ടിയിട്ടുണ്ട്. ഈ ടേസ്റ്റി ആയിട്ടുള്ള പായസം നിങ്ങൾ ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പി കൂട്ടുമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഞാൻ കൂട്ടുകാരുടെ ഇടയിലേക്ക് വീണ്ടും വരുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.